ഹായ് ഗായ്സ്, അപ്പം നമ്മൾ രണ്ടുകൂടെ ഇന്ന് സിനിമ കാണാൻ പോയേക്കുമായിരുന്നു. എമ്പുരാനാണ് കാണാൻ പോയത്. നമ്മൾ നേരത്തെ ചെന്നതുകൊണ്ട് നമ്മൾ രണ്ടും പിന്നെ ഒരു ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തിയേറ്ററിൽ. അപ്പോൾ ഇത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അധികം ആൾക്കാരൊന്നും കാണത്തില്ല എന്ന്. ഞങ്ങൾ സിനിമ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു 8-10 പേരെ കണ്ടുള്ളൂ. പക്ഷേ ഇറങ്ങിയപ്പോൾ ഒരുപാട് ആളുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. റിവ്യൂസൊക്കെ കണ്ടിട്ട് വിചാരിച്ച ഗുമ്മില്ലല്ലോ എന്ന്. പക്ഷേ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും റിവ്യൂസ് കണ്ടൊരു സിനിമ ജഡ്ജ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി. നോക്ക് ഗൈസ്, ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ സീറ്റ്സും എം ടി ആയിരുന്നു. അങ്ങനെ സിനിമയൊക്കെ നമ്മൾ രണ്ടുകൂടെ കണ്ട് ഗൈസ്, ഞങ്ങൾ സിനിമ കണ്ടിറങ്ങിയിരിക്കുന്നു ഗൈസ്. എമ്പുരാൻ കണ്ട് അടിപൊളി സിനിമ ഗൈസ്. ഇതിനെ ആരാ ഇങ്ങനെ ഈ സാധനം ഓഫ് ചെയ്തേ? ഇതിനെ ആരാ ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്തെങ്കിലും മലയാളീസ് ഇതിനെ ഡീഗ്രേഡ് ചെയ്തത് അൺബിലീവബിൾ. അടിപൊളി സിനിമ. ഇതിൽ കൂടുതൽ എങ്ങനെ ഒരു മനുഷ്യനെടുക്കും? പൃഥ്വിരാജ് എന്നെ സൂപ്പറായിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഒരു മലയാള സിനിമ ഇത്ര അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ കുറ്റം പറഞ്ഞത് വളരെ മോശമായിപ്പോയി. മുരളി ഗോപി എഴുതിയ സ്ക്രിപ്റ്റ് അന്യായം. ഷോ, ഇതിൽ കൂടുതൽ എങ്ങനെ ഒരു മലയാള സിനിമ എടുക്കണം എന്നാണ് ഇവർ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. മല്ലൂസ് സപ്പോർട്ട് ചെയ്യേണ്ടതായിരുന്നു. ഇത് വിചാരിച്ചതിലപ്പുറം ഹിറ്റാക്കി കൊടുക്കേണ്ട മലയാളീസിൻ്റെ ഉത്തരവാദിത്വമായിരുന്നു. അത് ചെയ്തില്ല. എന്തുകൊണ്ടാണ് എല്ലാ റിവ്യൂവേഴ്സിനും ഇത് പോരാ എന്ന് തോന്നിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിവേ, ഐ ലൈക്ക് ഇറ്റ്. വാട്ട്സ് യുവർ ഒപ്പീനിയൻ? നല്ല സിനിമ, അടിപൊളി സിനിമ, നല്ല സിനിമ, ഒരു പ്രശ്നമില്ല. ആരാ ഈ റിവ്യൂ ഇട്ടെല്ലാം വെറുതെ? പോയി കാണാൻ കഴിയും. ഇന്നാണ് എനിക്ക് മനസ്സിലായത് റിവ്യൂ കണ്ട് നമ്മൾ സിനിമ കാണാതിരിക്കരുത്. പോയി കണ്ട് നമുക്ക് വേറെ രീതിയിലായിരിക്കും ചിലപ്പോൾ അത് ഇഷ്ടപ്പെടുന്നത്.